അമ്പതിന്റെ നിറവിൽ നടിപ്പിൻ നായകൻ ബോക്സ് ഓഫീസിൽ മടങ്ങി വരാൻ സൂര്യ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. എപ്പോഴാണ് സൂര്യ അഭിനയിച്ച ഒരു സിനിമ അവസാനമായി തിയേറ്ററുകളിൽ ആഘോഷിച്ചത്, ആസ്വദിച്ച് കണ്ടത് എന്ന് ഓർക്കുന്നുണ്ടോ? എല്ലാ കാലത്തും തമിഴ് സിനിമകളോടുള്ള സ്നേഹത്തിനൊപ്പം സൂര്യ ശിവകുമാർ എന്ന തമിഴ് താരത്തോടും സ്നേഹം പ്രകടിപ്പിച്ചവരാണ് മലയാളികൾ. പക്ഷേ ഒരു പക്കാ സൂര്യ ചിത്രം തിയേറ്ററിൽ കണ്ടത് എപ്പോഴാണ്? ഒടുവിൽ ഇറങ്ങിയ റെട്രോയും തൊട്ടുമുൻപെത്തിയ കങ്കുവയും പൂർണ്ണ പരാജയങ്ങളും, ട്രോൾ മെറ്റീരിയലുകളും. സി എന്ന ഹിന്ദി ചിത്രത്തിലും റോക്കറ്ററിയിലും അതിഥി വേഷങ്ങൾ, എതർക്കും തുനിന്തവനും താനാ സെന്ത കൂട്ടവും ആവറേജ് വിജയങ്ങൾ. എൻജികെയും കാപ്പനും പരാജയ ചിത്രമായപ്പോൾ സൂര്യറൈ പോട്ടറും ജയ് ഭീമും OTT റിലീസുകളായത് തിയേറ്ററിനും സൂര്യയ്ക്കും നഷ്ടങ്ങളായി. ഇതിനിടയിൽ തിയേറ്ററിൽ കൊണ്ടാടിയ ഒരേ ഒരു സൂര്യ കഥാപാത്രം 2022 വിക്രമിലെ റോളക്സ് എന്ന ക്യാമിയോ വേഷം മാത്രം. ഒരു മുഴുനീള കഥാപാത്രത്തിനായി പ്രേക്ഷകർ തങ്ങളുടെ നടിപ്പിൻ നായകനെ ആഘോഷിച്ചത് 2017-ലാണ്. സിംഗം 3-യിൽ മറ്റ് താരങ്ങളുടെ സിനിമകൾക്ക് തിയേറ്ററിൽ വർക്കാകാതെ പോയാലും തുടർച്ചയായി വിജയങ്ങൾ കൊയ്തിരുന്ന സൂര്യയുടെ പീക്ക് കാലം, അതായത് 90s കിഡ്സിനെ സംബന്ധിച്ച് സുവർണകാലമാണ്. 1997-ൽ നേർക്കുനേർ എന്ന ചിത്രത്തിൽ വിജയ്ക്കൊപ്പം സഹനടനായാണ് സൂര്യ തന്റെ കരിയർ തുടങ്ങുന്നത്. കാതലെ നിമ്മിതി, സന്ദീപമ, പൂവെല്ലാം കേട്ടുപ്പാർ തുടങ്ങിയ ചിത്രങ്ങളിലും പിന്നാലെ എത്തിയെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടില്ല. ഡാൻസ് ചെയ്യാനോ ഫൈറ്റ് ചെയ്യാനോ അറിയില്ല, ഫ്രെയിമിൽ എങ്ങനെ നടക്കണം എന്നോ ഒരു ക്ലോസപ്പ് ഷോട്ടിൽ എങ്ങനെ ചിരിക്കണം എന്നുപോലും അറിയാത്ത ഇവനെ ആരാണ് നായകനാക്കുന്നത് എന്നായിരുന്നു പരിഹാസം. 2001-ൽ ഇറങ്ങിയ മലയാള ചിത്രം ഫ്രണ്ട്സിന്റെ അതേ പേരിലെത്തിയ തമിഴ് റീമേക്കിൽ മുകേഷ് കഥാപാത്രമായിരുന്നു സൂര്യയ്ക്ക്. സൂര്യയുടെ ചന്ദ്രു ശ്രദ്ധിക്കപ്പെട്ടു. തമിഴ് സിനിമയിൽ സൂര്യ തന്റെ സാന്നിധ്യം ഉറപ്പിച്ചത് ബാല സംവിധാനം ചെയ്ത അതേ വർഷം പുറത്തിറങ്ങിയ നന്ദയിലൂടെയായിരുന്നു. നന്ദയിലെ പ്രകടനത്തിലൂടെ സൂര്യ വിമർശകരുടെ വായടപ്പിച്ചു, നിരൂപകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. കുറ്റബോധത്തിനും അതിജീവനത്തിനും ഇടയിൽ കുടുങ്ങി നിൽക്കുന്ന നന്ദ എന്ന കഥാപാത്രം അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ മികച്ച സിനിമകളിലൊന്നായി മാറി. അതൊരു തുടക്കമായിരുന്നു. 2001 മുതൽ 2010 വരെയുള്ള കാലത്തിൽ മറ്റേത് താരത്തിന്റെ സിനിമകൾ പ്രേക്ഷകർ സ്വീകരിക്കാതെ പോയാലും സൂര്യ ചിത്രങ്ങളെല്ലാം ഹിറ്റോ ബ്ലോക്ക് ബസ്റ്ററുകളോ ആയി. 2002-ൽ ഇറങ്ങിയ മൗനം പേസിയതേ, ഉന്നൈ നിന്നൈത്ത് എന്നീ ചിത്രങ്ങളും സൂപ്പർ ഹിറ്റ്. മൗനം പേസിയതയാണ് സൂര്യയ്ക്ക് ഫാൻ ബേസ് ഉണ്ടാക്കി കൊടുത്തതെങ്കിൽ അത് ഊട്ടിയുറപ്പിച്ചത് പിന്നീട് കൾട്ട് സ്റ്റാറ്റസിൽ വിലയിരുത്തപ്പെട്ട കാക്ക കാക്കയാണ്. 2003-ൽ ഗൗതം വാസുദേവ് മേനോന്റെ സംവിധാനത്തിൽ വന്ന കാക്ക കാക്ക സൂര്യയെ തെന്നിന്ത്യക്ക് മുഴുവൻ പ്രിയങ്കരനാക്കി. അജിത്ത്, വിജയ്, വിക്രം എന്നിവരെ സമീപിച്ച് അവരുടെ ഡേറ്റ് ലഭിക്കാതെ പോയപ്പോൾ ജ്യോതികയാണ് GVMനോട് സൂര്യയെ ആ കഥാപാത്രത്തിലേക്ക് നിർദ്ദേശിക്കുന്നത്. പോലീസ് വേഷത്തിൽ സൂര്യ അത്ഭുതപ്പെടുത്തിയ ഈ ചിത്രം അതിന്റെ അതുവരെയുള്ള ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ വിജയമായി. പിന്നീട് വിക്രമിനൊപ്പം പിതാമഹനിൽ വിക്രം, സൂര്യ എന്നീ താരങ്ങളിലെ നടന്മാരെ ഉപയോഗിച്ച ബാലചിത്രം വിജയുടെ തിരുമലൈ, അജിത്തിന്റെ ആഞ്ജനേയ എന്നീ ചിത്രങ്ങൾക്കൊപ്പം ക്ലാഷ് റിലീസ് ആയിരുന്നു. തമിഴിന്റെ കൊമേഴ്സ്യൽ ഫോർമുലകളൊന്നും പിൻപറ്റാതെ വന്ന പിതാമഹന്റെ റിലീസ്. കാക്ക കാക്കയുടെ വിജയത്തിനപ്പുറം സ്റ്റാർ ലീഗിലേക്ക് തന്നെ നിൽക്കുമ്പോൾ നടനെന്ന നിലയിൽ ഏറ്റവും തെരഞ്ഞെടുപ്പ് ബോക്സ് ഓഫീസിൽ വിജയത്തിനപ്പുറം പിതാമഹൻ എന്ന സിനിമ ചർച്ച ചെയ്യുന്നത് അതിന്റെ ക്വാളിറ്റിയും അഭിനേതാക്കളുടെ പ്രകടനങ്ങളുടെയും പേരിലാണ്. മലയാള സിനിമ കുഞ്ഞിക്കൂനന്റെ തമിഴ് റീമേക്ക് പേരഴകൻ നടനെന്ന നിലയിലും താരമെന്ന നിലയിലും സൂര്യയ്ക്ക് മുതൽക്കൂട്ടായി. പിന്നീട് മണിരത്നത്തിന്റെ സംവിധാനത്തിൽ ആയുധ എഴുത്ത് മൈക്കിൾ എന്ന കഥാപാത്രത്തെയും സിനിമയുടെ ക്ലൈമാക്സും ഓരോ സൂര്യ ആരാധകനും പ്രിയപ്പെട്ടതാണ്. 2005-ലാണ് ഗജനിയുടെ വരവ്. AR മുരുകദാസിന്റെ സംവിധാനത്തിൽ സൂര്യ, അസിൻ, നയൻതാര, റിയാസ് ഖാൻ, പ്രദീപ് റാവത്ത് എന്നിവർ പ്രധാന വേഷത്തിൽ എത്തിയ ഈ ഒരൊറ്റ ചിത്രമാണ് തെന്നിന്ത്യ വിട്ട് രാജ്യം മുഴുവൻ സൂര്യയെ കൊണ്ടെത്തിച്ചത്. കാക്ക കാക്കയ്ക്ക് ശേഷം അടുത്ത കരിയർ ബെഞ്ച് മാർക്ക് 6 സില്ലിൽ ഒരു കാതൽ, വേൽ, വാരണം 1000 അങ്ങനെയുള്ള തുടർന്നുള്ള വർഷങ്ങളിലും ബാക്ക് ടു ബാക്ക് ഹിറ്റുകൾ. വാരണം 1000-ന്റെ റിപ്പീറ്റ് വാല്യൂ തെലുങ്ക്, തമിഴ് ഭാഷകൾ റിലീസുകളിൽ പ്രേക്ഷകർ തെളിയിച്ചതുമാണ്. വാരണം 1000 തന്ന ഫീൽ 2008-ൽ യുവാക്കളായിരുന്നവർക്ക് മറ്റൊരു സിനിമയും നൽകിക്കൊള്ളാൻ ഇടയില്ല. ഒരു പാഠപുസ്തകം സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അത് വാരണം 1000 ആയിരിക്കും. മനോഹരമായി പ്രണയിക്കാൻ പഠിപ്പിച്ചത് മാത്രമല്ല, ആൺകുട്ടികൾക്ക് ജിമ്മിൽ പോകാൻ മോട്ടിവേഷൻ കൊടുത്തതും കുടുംബവുമായി സമയം ചെലവിടാൻ പറഞ്ഞുകൊടുത്തതും ആർമിയിൽ ചേരാൻ പ്രേരിപ്പിച്ചതും തുടങ്ങി വാരണം 1000-മായി ചേർത്ത് ഒരു മോട്ടിവേഷൻ സ്റ്റോറി എങ്കിലും കാണും ഓരോരുത്തർക്കും. 2009-ൽ ആദവൻ ഫാമിലി ഓഡിയൻസിനിടയിൽ സൂര്യയ്ക്കുള്ള പിന്തുണ ഒന്നുകൂടി വർദ്ധിപ്പിച്ചു. കൃത്യമായ ലക്ഷ്യത്തോടുകൂടിയായിരുന്നു സൂര്യയുടെ തെരഞ്ഞെടുപ്പുകൾ. കഴിവ് തെളിയിച്ച സംവിധായകർക്ക് ഒന്നിലധികം തവണ ഡേറ്റ് നൽകി സൂര്യ കരിയറുടനീളം വ്യത്യസ്ത സിനിമകൾ ചെയ്തു. 2010-ൽ സൂര്യയുടെ 25-ാമത് ചിത്രമാണ് സിംഗം എത്തുന്നത്. ദൂരെ സിംഗം എന്ന കഥാപാത്രം സൂര്യയുടെ കരിയറിനെ പിന്നെയും ഷിഫ്റ്റ് ചെയ്യുകയായിരുന്നു. പ്രേക്ഷക പ്രീതിയും വാണിജ്യ വിജയവും നേടി കരിയർ മറ്റൊരു ബെഞ്ച് മാർക്ക്. തുടർച്ചയായി 3 ഭാഗങ്ങളിലെത്തിയ വിജയങ്ങളുടെ
തുടക്കമായിരുന്നു അത്. AR മുരുകദാസിനൊപ്പം വീണ്ടും ഒന്നിച്ച് ഏഴാം അറിവ് എത്തുന്നത് 2011-ലാണ്. വ്യത്യസ്തമായ കഥാപശ്ചാത്തലത്തിൽ 3 ഭാഗങ്ങളിലായി എത്തിയ വിജയങ്ങളുടെ തുടക്കമായിരുന്നു അത്. AR മുരുകദാസിനൊപ്പം വീണ്ടും ഒന്നിച്ച് ഏഴാം അറിവ് എത്തുന്നത് 2011-ലാണ്. വ്യത്യസ്തമായ കഥാപശ്ചാത്തലത്തിൽ സയൻസ് കൂടി ചേർത്ത് ഒരുക്കിയ ഏഴാം അറിവ്. പക്ഷേ അതേ കാരണങ്ങൾ കൊണ്ട് തന്നെ വലിയ വിഭാഗം തമിഴ് പ്രേക്ഷകർക്ക് കണക്റ്റായില്ല. അയനു ശേഷം KV ആനന്ദിനൊപ്പം ഒന്നിച്ച് 2012-ൽ എത്തിയ മാട്രാൻ സയൻസ് കൂടുതൽ സംസാരിച്ചതോടെ പ്രേക്ഷകർക്ക് ഒട്ടും കണക്റ്റ് ആവാതെ പോയി. ഈ ക്ഷീണം മാറ്റി വീണ്ടും വിജയ് ഫോർമുലയ്ക്ക് മടങ്ങിയൊരുങ്ങുന്നതാണ് സിംഗം 2. ട്രാക്ക് മാറ്റി ചെയ്ത അഞ്ചാൻ മാസിലാമണി, പസംഗ 2, 24 എന്നീ ചിത്രങ്ങൾ പരാജയങ്ങളായി. സിംഗം 3 ചെയ്തെങ്കിലും ആദ്യം 2 ഭാഗങ്ങളുടെ അത്ര വിജയമാകാൻ മൂന്നാം ഭാഗത്തിനായില്ല. വിജയ് സേതുപതി, ശിവകാർത്തികേയൻ ഉൾപ്പെടെയുള്ള താരങ്ങളുടെ വളർച്ചയും ഇതേ സമയമായിരുന്നു. പുതിയ സംവിധായകരെ പരീക്ഷിക്കാൻ തീരുമാനിച്ച സൂര്യ വിഘ്നേഷ് ശിവനൊപ്പം ചേർന്ന് ഒരുക്കിയ താന സെന്ത കൂട്ടവും വിജയം കണ്ടില്ല. 2013-ന് ശേഷം സിനിമകൾ ചെയ്യാതിരുന്ന സൂപ്പർ ഹിറ്റ് സംവിധായകൻ സെൽവരാഘവനു കൈകോർത്ത് ഒരുക്കിയ NGKയും പ്രതീക്ഷകൾ വിപരീതമായി. സൂര്യ നിർമ്മാണ പങ്കാളി കൂടിയായ സൂര്യറൈ പോട്ടർ കോവിഡ് സമയത്ത് OTTയിൽ എത്തി വലിയ സ്വീകാര്യത നേടി. സുധാ കൊങ്കാര സംവിധാനം ചെയ്ത ചിത്രങ്ങളിലൂടെ തകർപ്പൻ തിരിച്ചുവരവ് നടത്തി. സൂര്യ ദേശീയ പുരസ്കാരവും കൈക്കുള്ളിലാക്കി. എന്നാൽ ജയ് ഭീം OTTയിൽ റിലീസ് ചെയ്തത് തങ്ങൾക്ക് പറ്റിയ തെറ്റാണെന്ന് സൂര്യ തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വിക്രമിലെ റോളക്സ് ആണ് വർഷങ്ങൾക്കിപ്പുറം സൂര്യ എന്ന സ്റ്റാറിനെക്കുറിച്ച് പ്രേക്ഷകരെ കൊണ്ട് പറയിപ്പിച്ചത്. പൊരുതി നേടിയതാണ് സൂര്യ തന്റെ താരപദവി. തമിഴ് സിനിമയിലെ പ്രശസ്തനായ നടനും നിർമ്മാതാവുമൊക്കെയായ ശിവകുമാറിന്റെ മകനായിരുന്നു. അച്ഛന്റെ പേര് പറഞ്ഞ് സൂര്യ എവിടെയും പ്രീതി നേടാൻ ശ്രമിച്ചിട്ടില്ല. ഓരോ തവണയും സ്വയം പുതുക്കി പരീക്ഷണങ്ങൾക്ക് മുതിർന്ന് കുറവുകൾ പരിഹരിച്ച് കഠിന പ്രയത്നത്തിലൂടെയാണ് അയാൾ ഇതുവരെ എല്ലാം നേടിയത്. ഓൺ സ്ക്രീനിൽ മാത്രമല്ല ഓഫ് സ്ക്രീനിലും താരമാണ് സൂര്യ. ഒരു അഭിനേതാവ് എന്ന നിലയിൽ തനിക്ക് വ്യക്തിത്വവും അർത്ഥവും നൽകിയ സമൂഹത്തിനു വേണ്ടി അംഗം ഫൗണ്ടേഷൻ എന്ന കൂട്ടായ്മയിലൂടെ തുടർച്ചയായി സഹായങ്ങൾ നൽകുന്ന സൂര്യയെയും ഈ കാലത്തെല്ലാം പ്രേക്ഷകർ കണ്ടിട്ടുണ്ട്. വിജയിക്കുമെന്ന് ഉറപ്പുള്ളത് മാത്രം തിരഞ്ഞെടുത്താൽ തുടർച്ചയായി വിജയങ്ങൾ കിട്ടിയെന്ന് വരാം. പക്ഷേ ഒരു നടൻ എന്ന നിലയിൽ തന്നിലെ സിദ്ധിയെ വളർത്തിയെടുക്കാനുള്ള വെളിപ്പെടുത്താനായെന്നു വരില്ല. ഒരു താരം മാത്രമായി ഒരു വൃത്തത്തിനുള്ളിൽ ഒതുങ്ങിയാൽ തന്നിലെ അഭിനേതാവ് മുരടിച്ചു പോകും. അഭിനയിക്കുന്ന സിനിമകളുടെ പരാജയങ്ങൾ എന്തുമാകട്ടെ, നാളെ സൂര്യ ഒരു നല്ല നടനാണെന്ന് കൂടി എല്ലാവരും പറയണം. സൂര്യ തന്നെ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെയാണ് ഓരോ സൂര്യ പടവും തിയേറ്ററിലെത്തുമ്പോൾ കഴിഞ്ഞ പരാജയ ചിത്രങ്ങളെ ഓർക്കാതെ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് പോകുന്നത്. RJ ബാലാജിക്കൊപ്പം കറുപ്പും വെങ്കി അറ്റ്ലൂരിക്കൊപ്പം സൂര്യ 46ഉം ആണ് അണിയറയിലുള്ള സൂര്യ ചിത്രങ്ങൾ. അയാളിലെ അഭിനേതാവിനെ ഒരു തരി പോലും സംശയിക്കാതെ ഒരു ഗംഭീര കംബാക്കിനായി കാത്തിരിക്കുകയാണ് സൂര്യ ആരാധകരും. ജപ്പാനെ കുലുക്കാൻ മോഹൻലാലിന്റെ വാലിബൻ വരുന്നു. ജനുവരി 17-ന് റിലീസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. മോഹൻലാലിനെ നായകനാക്കി ലിജോ ജോസ് പല്ലിശ്ശേരി ഒരുക്കിയ ബ്രഹ്മാണ്ഡ ചിത്രം മലൈക്കോട്ടെ വാലിബൻ ജപ്പാനിൽ റിലീസിന് ഒരുങ്ങുന്നു. ജനുവരി 17-ന് ജപ്പനീസ് ഭാഷയിൽ ചിത്രം മൊഴിമാറ്റി പുറത്തിറക്കാനാണ് തീരുമാനം. ലിജോ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. സിനിമയുടെ ജാപ്പനീസ് പോസ്റ്റും ലിജോ പങ്കുവച്ചിട്ടുണ്ട്. മലയാള സിനിമയിൽ തന്നെ ഏറ്റവും വലിയ പ്രതീക്ഷയോടെ റിലീസ് ചെയ്ത ചിത്രങ്ങളിൽ ഒന്നായിരുന്നു മോഹൻലാൽ ലിജോ ജോസ് പല്ലിശ്ശേരി കൂട്ടുകെട്ടിന് മലൈക്കോട്ടെ വാലിബൻ. എന്നാൽ തിയേറ്ററുകളിൽ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. ജനുവരി 25-നായിരുന്നു റിലീസ് തീയതി. ഫാന്റസി ത്രില്ലർ ജോണറിലാണ് മലൈക്കോട്ടെ വാലിബൻ ഒരുക്കിയിരിക്കുന്നത്. നായകൻ ആമേൻ തുടങ്ങിയ ചിത്രങ്ങളിൽ ലിജോയ്ക്കൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള PS റഫീഖാണ് മലൈക്കോട്ടെ വാലിബന്റെ കഥയൊരുക്കിയിരിക്കുന്നത്. 29-ാം ദിനത്തിലെ OTT റിലീസ്. ബോക്സ് ഓഫീസിൽ വീണോ കാന്താര? കഴിഞ്ഞ 9 ദിനങ്ങളിൽ നേടിയത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഈ വർഷം ഏറ്റവും കാത്തിരിപ്പ് ഉണർത്തി എത്തിയ ചിത്രമായിരുന്നു കാന്താര ചാപ്റ്റർ 1. 2022-ൽ പുറത്തിറങ്ങിയ കാന്താര നേടിയ ഭാഷാതീതമായ വിജയം തന്നെയാണ് അതിലും വലിയ ക്യാൻവാസിൽ ഒരുങ്ങിയ അതിന്റെ പ്രീക്വലിന് വമ്പൻ പ്രീ റിലീസ് ഹൈപ്പ് നേടിക്കൊടുത്തത്. എന്തിലേറെ ഉത്തരേന്ത്യൻ പ്രേക്ഷകർക്കിടയിൽ പോലും ചിത്രം പ്രീ റിലീസ് ഹൈപ്പ് നേടിയിരുന്നു. അത്തരത്തിലുള്ള പ്രതിഭാഷാ ഭാരവുമായി എത്തിയ ചിത്രത്തിന് പക്ഷേ ആ പ്രേക്ഷക പ്രതീക്ഷകളെ സാധൂകരിക്കാൻ സാധിച്ചു. അത് ഓപ്പണിംഗ് കളക്ഷൻ മുതൽ ഇങ്ങോട്ട് ബോക്സ് ഓഫീസിൽ പ്രതിഫലിച്ചും തുടങ്ങി. ആഴ്ചകൾക്കിപ്പുറം മികച്ച ഓപ്പണിംഗ് ഒക്യുപ്പൻസിയുമായി തിയേറ്ററുകളിൽ തുടരുമ്പോഴായിരുന്നു ചിത്രത്തിന്റെ അതിവേഗതയിലുള്ള OTT റിലീസ്. OTTയിൽ ചിത്രത്തിന് അടിപതറിയോ? ഇപ്പോഴിതാ OTT റിലീസ് ശേഷമുള്ള ചിത്രത്തിന്റെ കളക്ഷൻ കണക്കുകൾ എങ്ങനെയെന്ന് നോക്കാം. ഒക്ടോബർ 2-ന് തിയേറ്ററുകളിൽ എത്തിയ ചിത്രം OTTയിൽ മികച്ച ഒക്യുപ്പൻസിയുമായി തിയേറ്ററുകളിൽ തുടരുമ്പോഴായിരുന്നു ചിത്രത്തിന്റെ അതിവേഗതയിലുള്ള OTT റിലീസ്. OTTയിൽ ചിത്രത്തിന് അടിപതറിയോ? ഇപ്പോഴിതാ OTT റിലീസിന് ശേഷവും ചിത്രത്തിന്റെ കളക്ഷൻ കണക്കുകൾ എങ്ങനെയെന്ന് നോക്കാം. അതായത് തിയേറ്റർ റിലീസിന്റെ 29-ാം ദിനത്തിൽ വൻ കളക്ഷൻ അപ്പോഴും വന്നുകൊണ്ടിരുന്ന ഒരു ചിത്രത്തെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയായിരുന്നു അത്. എന്നാൽ നിർമ്മാതാക്കളായ ഹോംബാലെ ഫിലിംസിനെ സംബന്ധിച്ച്
ഒഴിവാക്കാനാകാത്ത ഒന്നുമായിരുന്നു അത്. 3 വർഷം മുൻപ് ഒപ്പിട്ട കരാർ അനുസരിച്ചാണ് OTT റിലീസ് നേരത്തെ ആയതെന്ന് നിർമ്മാതാക്കൾ പ്രതികരിച്ചിരുന്നു. എന്നാൽ ചിത്രത്തിന്റെ തെന്നിന്ത്യൻ ഭാഷാ പതിപ്പുകൾ മാത്രമാണ് ആമസോൺ പ്രൈം വീഡിയോയിലൂടെ ഒക്ടോബർ 31 എത്തിയത്. ഹിന്ദി പതിപ്പ് ഇനിയും എത്തിയിട്ടില്ല. OTT റിലീസ് കളക്ഷനെ ബാധിച്ചുവെന്ന് ഉറപ്പാണ്. എന്നാലും ചിത്രം പിന്നീടും കളക്ട് ചെയ്തിട്ടുണ്ട്. വിശേഷിച്ചും ഹിന്ദി പതിപ്പ്. OTT റിലീസിന് ശേഷം ഹിന്ദി പതിപ്പ് മാത്രം ഇന്ത്യയിൽ നിന്ന് നേടിയ നെറ്റ് കളക്ഷൻ 9,21,00,000 രൂപയാണ്. കന്നഡ പതിപ്പ് 4,43,00,000 രൂപയും. എന്നാൽ മലയാളം അടക്കമുള്ള മറ്റു ഭാഷാ പതിപ്പുകൾ പിന്നീട് അങ്ങോട്ട് കാര്യമായി കളക്ട് ചെയ്തിട്ടില്ല. തമിഴ് പതിപ്പ് 1,06,00,000 രൂപയും തെലുങ്ക് പതിപ്പ് 28,00,000 രൂപയും മലയാളം പതിപ്പ് 1,00,000 രൂപയുമാണ് OTT റിലീസിന് ശേഷം നേടിയത്. എല്ലാ ഭാഷാ പതിപ്പുകളും ചേർത്ത് കാന്താര ചാപ്റ്റർ 1 OTT റിലീസിന് ശേഷം ഇന്ത്യയിൽ നിന്ന് നേടിയ നെറ്റ് കളക്ഷൻ 15.20 കോടി രൂപയാണ്. കളക്ഷൻ ഇടിഞ്ഞുവെന്നത് ശരിയാണെങ്കിലും OTTക്ക് ശേഷം ഒരു ചിത്രം ഇത്രയും നേടുന്നത് അപൂർവമാണ്. 15.20 കോടിയാണ് കളക്ഷൻ ഇടിഞ്ഞുവെന്ന് ശരിയാണെങ്കിലും OTTക്ക് ശേഷം ഒരു ചിത്രം ഇത്രയും നേടുന്നത് അപൂർവമാണ്. 15.20 കോടി കളക്ഷനാണ് ഇടിഞ്ഞു എന്നത് ശരിയാണെങ്കിലും OTTക്ക് ശേഷം ഒരു ചിത്രം ഇത്രയും നേടുന്നത് അപൂർവമാണ്. മഹാവതാറിന് വേണ്ടി വിക്കി കൗശാൽ മദ്യവും മാംസാഹാരവും ഉപേക്ഷിച്ചോ? അമർ കൗശിക് പറയുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. ബ്രഹ്മാണ്ഡ ചിത്രം മഹാവതാറിനായി സംവിധായകൻ അമർ കൗശിക്കും വിക്കി കൗശാലും ഒന്നിക്കാനൊരുങ്ങുകയാണ്. മഹാവിഷ്ണുവിന്റെ അവതാരമായ പരശുരാമനെക്കുറിച്ചുള്ള ഈ പുരാണ ചിത്രം ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ഹിന്ദി ചിത്രങ്ങളിൽ ഒന്നായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. വിക്കി ഇതിനകം തന്നെ കഥാപാത്രത്തിനായുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയെന്നും മഹർഷിയുടെ കഥാപാത്രത്തിലേക്ക് മാറുന്നതിനായി മദ്യവും മാംസാഹാരവും ഉപേക്ഷിച്ചുവെന്നും ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഒപ്പം സംവിധായകനും അത്തരം ശീലങ്ങൾ ഉപേക്ഷിച്ചുവെന്നും അതിനെപ്പറ്റി പ്രതികരിക്കുകയാണ് അമർ കൗശിക് ഇപ്പോൾ. വിക്കി മദ്യവും മാംസാഹാരവും ഉപേക്ഷിച്ചോ എന്ന് ഒരു അഭിമുഖത്തിൽ ചോദിച്ചപ്പോൾ എവിടെ നിന്നാണ് ഇതൊക്കെ വരുന്നത് സഹോദരന്മാരെ, ദയവായി ഇതെല്ലാം നിർത്തൂ, ഞങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ മാത്രം വിശ്വസിക്കുക എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അച്ഛൻ ശ്യാം കൗശാലിന്റെ ഉപദേശപ്രകാരം വിക്കി മദ്യവും മാംസവും ഉൾപ്പെടെ ഉപേക്ഷിച്ചുവെന്നാണ് പ്രചരിച്ച അഭ്യൂഹം. ലളിത ജീവിതം നയിക്കുന്ന മഹർഷിയായ പരശുരാമന്റെ കഥാപാത്രമായി കൂടുതൽ ചേർത്തു നിൽക്കാൻ വേണ്ടിയായിരുന്നു ഇതെന്നും അഭ്യൂഹങ്ങളിൽ പറയുന്നു. മഹാവതാർ വർഷങ്ങളായി തന്റെ മനസ്സിലുണ്ടെന്നും അരുണാചൽ പ്രദേശിലെ കുട്ടിക്കാലത്തെ ഓർമ്മകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് സിനിമയൊരുക്കുന്നതെന്നും അമർ കൗശിക് മുൻപ് പറഞ്ഞിരുന്നു. കരിയറിലെ വലിയ ഉത്തരവാദിത്തമാണ് ഈ ചിത്രം. ഇത് ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണ്. കാരണം ഈ കഥാപാത്രം കുട്ടിക്കാലം മുതൽ എനിക്കൊപ്പമുണ്ട്. ഞങ്ങൾ അരുണാചൽ പ്രദേശിലെ പരശുരാം കുണ്ടിന് സമീപമായിരുന്നു താമസം. അവിടെ സ്ഥിരമായി പോകുമായിരുന്നു. അദ്ദേഹം പറഞ്ഞു. കഥയുടെ വലിപ്പം VFXനെ വളരെയധികം ആശ്രയിക്കേണ്ടി വരുമെന്നതും കാരണം തുടക്കത്തിൽ ചിത്രം ഒരുക്കുന്നതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും ആവില്ലായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു. സെറ്റ് ഡിസൈൻ, വസ്ത്രാലങ്കാരം എന്നിവയുൾപ്പെടെ പ്രൊജക്റ്റിനായുള്ള തയ്യാറെടുപ്പുകൾ ഇതിനകം തന്നെ തുടങ്ങിയിട്ടുണ്ട്. വിക്കി കൗശാൽ നിലവിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു പ്രൊജക്റ്റുകൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും മഹാവതാറിന്റെ ചിത്രീകരണം ആരംഭിക്കുക. അടുത്ത വർഷത്തോടെ ആയിരിക്കും ഇത്. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ മഹാവതാറിലെ വിക്കിയുടെ ഫസ്റ്റ് ലുക്ക് ആരാധകർക്കിടയിൽ വലിയ ആവേശമുണ്ടായിരുന്നു. കിങ് ഖാന്റെ പ്രണയം 60-ാം വയസ്സിലും ജെൻ സിയുടെ പ്രിയപ്പെട്ട പ്രണയ നായകൻ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. രാഹുൽ നാം ദ സുന ഹോഗോ. ബോളിവുഡിന്റെ കിങ് ഖാന്റെ ഈ ചോദ്യം ഇന്നും പ്രണയം എന്ന വികാരത്തിന് നൽകുന്ന ആഴം ചെറുതല്ല. ഇന്നത്തെ ഡേറ്റിംഗ് ആപ്പുകളുടെയും ഇൻസ്റ്റന്റ് മെസ്സേജിങ്ങിന്റെയും ലോകത്ത് പഴമയുടെ പ്രണയകഥകൾ പ്രസക്തി നഷ്ടപ്പെട്ടു എന്ന് ആരെങ്കിലും കരുതിയാൽ അത് തെറ്റിദ്ധാരണയാണ്. കാരണം ഡിജിറ്റൽ ലോകത്ത് വളരുന്ന തലമുറയെ ജെൻ സി ബോളിവുഡ് സൂപ്പർ സ്റ്റാർ ഷാരൂഖ് ഖാന്റെ ക്ലാസിക് പ്രണയ ചിത്രങ്ങളെ വീണ്ടും ഏറ്റെടുക്കുകയാണ്. ഷാരൂഖ് ഖാൻ അദ്ദേഹത്തിന്റെ 60-ാം പിറന്നാൾ ആഘോഷിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ പ്രണയ സിനിമകൾക്ക് ജെൻ സി പ്രേക്ഷകർക്കിടയിൽ ലഭിക്കുന്ന സ്വീകാര്യത ബോളിവുഡിന് പുതിയ സാധ്യതകൾ തുറന്നു കാട്ടുന്നു. ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ പോലുള്ള ചിത്രങ്ങൾ OTT പ്ലാറ്റ്ഫോമുകളിലൂടെ വീണ്ടും കാണുന്നതിനും കുച്ച് കുച്ച് ഹോത്താ ഹേ, വീർ സര മൊഹബത്തേൻ തുടങ്ങിയ സിനിമകളുടെ തിയേറ്റർ റിലീസുകൾക്ക് ക്യൂ നിൽക്കുന്നതിനും ജെൻ സികളാണ് മുന്നിൽ. സൂപ്പർ ഹീറോ ബ്ലോക്ക് ബസ്റ്ററുകൾ കണ്ടു വളർന്ന ഈ തലമുറയ്ക്ക് പ്രണയവും വിരഹവും നിറഞ്ഞ ഷാരൂഖ് ചിത്രങ്ങളിലെ ആത്മാർത്ഥമായ പ്രണയം ഒരു നവ്യാനുഭവമാണ് നൽകുന്നത്. ക്ലീഷേ അല്ലെങ്കിൽ ക്രിഞ്ച് എന്ന് പറഞ്ഞ് പലരും തള്ളിക്കളയുന്ന SRK ലവ് സീനുകൾ ഇൻസ്റ്റയിൽ റീപോസ്റ്റ് അടിക്കുന്ന ജെൻ സികൾ ഏറെയാണ്. കുച്ച് കുച്ച് ഹോത്താ ഹേ, കൽ ഹോ ന ഹോ തുടങ്ങിയ ചിത്രങ്ങളിലെ രംഗങ്ങൾ ഇൻസ്റ്റഗ്രാം റീലുകളിലും ടിക്ടോക്കിലും പുതിയ ട്രെൻഡായി മാറുന്നുണ്ട്. പ്രണയം ഒരു തമാശയാണെന്ന് പറയുന്ന അതേ യുവതലമുറ തന്നെയാണ് രാജിന്റെ മനോഹാരിതയിലും രാഹുലിന്റെ നിഷ്കളങ്കതയിലും ഇപ്പോൾ മയങ്ങുന്നത്. ജെൻ സിയുടെ ഈ താല്പര്യം തിരിച്ചറിഞ്ഞ യഷ് രാജ് ഫിലിംസ് പോലുള്ള പ്രൊഡക്ഷൻ കമ്പനികൾ ക്ലാസിക് സിനിമകളുടെ പരിമിതമായ റിലീസുകൾ നടത്താറുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക.